പ്രിയപ്പെട്ടവരെ, ഈ നോയമ്പ് കാലത്ത് ആയാലും അല്ലാത്തപ്പോഴായാലും നമ്മുടെ അർത്ഥനകൾ കർത്താവിൻ്റെ മുൻപിൽ നമ്മൾ നിരത്തി വയ്ക്കുന്നത് ചിലപ്പോൾ കേൾക്കാതെ വരുന്നു, ചിലപ്പോൾ നമ്മൾക്ക് ഉത്തരം കിട്ടാതെ വരുന്നുവെന്ന് സാധിക്കാതെ വരുന്നു. എന്തുകൊണ്ടെന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. പ്രിയപ്പെട്ടവരെ, അത് കർത്താവ് അതിന് നമുക്ക് തരുന്ന മറുപടി ഇതാണ്. കർത്താവ് നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ നിരത്തി വയ്ക്കുമ്പോൾ അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ കർത്താവേ, അവിടുത്തെ ഇഷ്ടം ആണെങ്കിൽ അത് നടക്കട്ടെ എന്ന് വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. നമ്മൾ ആഗ്രഹിക്കേണ്ടത് അങ്ങനെയാണ്, പറയേണ്ടുന്നതും അങ്ങനെയാണ്. അതിനു പകരം എൻ്റെ ഇഷ്ടത്തിന് എനിക്കിത് ലഭിക്കണേ എന്ന് ഒരിക്കലും ആഗ്രഹിക്കരുത്, ആവശ്യപ്പെടരുത്. അത് നടന്നെന്ന് വരികയില്ല. കർത്താവ് അത് തൂക്കി നോക്കും. നമ്മളെ അതിനെപ്പറ്റി അത് വിശദമായിട്ട് ആരാഞ്ഞു നോക്കും. അത് നമ്മുടെ ആത്മാവിന് ഛേദം സംഭവിക്കുന്നതാണോ എന്ന്. കർത്താവ് എപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മുടെ ആത്മാവിനെയാണ്. നമ്മുടെ ആത്മാവിന് കോട്ടം വരാൻ പാടില്ല. നമ്മൾക്ക് ലൗകികമായ പല കാര്യങ്ങളും അനുഗ്രഹങ്ങളും നമ്മൾക്ക് തരുമ്പോൾ, അഥവാ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, നമ്മളത് പ്രാർത്ഥനയിലൂടെ ചോദിക്കുമ്പോൾ നമ്മുടെ ആത്മാവിന് കോട്ടം വരുന്നതാണെങ്കിൽ കർത്താവ് അത് അനുവദിക്കാൻ വഴിയില്ല. അങ്ങനെയാണ് കർത്താവ് പറയുന്നത്. അത് നമ്മുടെ ആത്മാവിനെ ലക്ഷ്യം വയ്ക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വിനയത്തോടും എളിമയോടും അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ കർത്താവ് യോർദാൻ നദിയിൽ മാമോദീസ സമയത്ത് മാമോദീസ മുങ്ങി നിവർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ സ്വർഗം തുറന്നു. പ്രാവിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതിൻ്റെ മേൽ ആവസിച്ചു. സ്വർഗീയ ശരീരമുണ്ടായി. അത് കേട്ടു, എല്ലാവരും കേട്ടു എന്ന് പറഞ്ഞത് ശരിയാണ്. നമ്മൾക്കും അത് സംഭവിക്കും. നമ്മുടെ പ്രാർത്ഥന സ്വർഗം തുറന്ന് അത് കേൾക്കും. പ്രിയപ്പെട്ടവരെ, പ്രഭാഷകൻ 35:21 പറയുന്നുണ്ട്, വിനീതൻ്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ച് സ്വർഗത്തിലെത്തും. അത് കേൾക്കുന്നിടം വരെ അവൻ അസ്വസ്ഥനായിരിക്കും. അവന് സ്വസ്ഥതയുണ്ടായിരിക്കുകയില്ല, അസ്വസ്ഥനായിരിക്കും. കാരണം അവിടെ എത്തുന്നിടം വരെ നമ്മൾക്ക് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അതാണ് വിനീതൻ്റെ പ്രാർത്ഥന. അങ്ങനെയായിരിക്കും. ഈ നോയമ്പ് കാലത്ത് നമ്മുടെ പ്രാർത്ഥനകൾ ഇതുപോലെ ആയിരിക്കട്ടെ. നമുക്ക് ലൂക്ക 3:21-22 വാക്യത്തിൽ പറയുന്ന പോലെ സ്വർഗീയ ശരീരി നമ്മുടെ പ്രാർത്ഥനയിലും ഉണ്ടാകും. നമ്മുടെ മനസ്സിൽ എല്ലാവരും ഇടിമുഴക്കം പോലെ ഉറക്കെ കേൾക്കണമെന്നുള്ളതല്ല. നമ്മുടെ മനസ്സിൽ, നമ്മുടെ ആത്മാവിൽ കർത്താവുമായിട്ട് ബന്ധത്തിലായിരിക്കുമ്പോൾ നമ്മൾക്കത് കേൾക്കാൻ പറ്റും, അറിയാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, നോയമ്പ് കാലത്ത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക. ഇങ്ങനെയായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥനകൾ. ആമേൻ.